ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. വേറെ ആർക്കുമല്ല, നമ്മുടെ സ്വന്തം നിധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ യൂഷ്വലി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാറുണ്ട്, നമ്മൾ ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നോർമൽ ബർത്ത്ഡേ സെലിബ്രേഷൻ. പക്ഷേ ഇത്തവണ നിധിച്ചേട്ടൻ്റെ ചേച്ചി റിയാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ഓൾറെഡി നമ്മളെ മെസ്സേജ് അയച്ച് ചേച്ചി കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് സർപ്രൈസ് കൊടുക്കേണ്ടത്, കുറച്ച് പ്ലാൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ 1 വീക്ക് മുന്നേ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ നിധിച്ചേട്ടൻ്റെ കേക്ക് കിട്ടിയെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കാണും. പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് വാങ്ങിച്ചേക്കുന്നത് അല്ലെങ്കിൽ ബാക്കി പ്ലാൻസ് ഒന്നും അറിയത്തില്ല. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിധിച്ചേട്ടൻ എങ്ങനെയായിരിക്കും ഈ ഒരു സർപ്രൈസിനോട് റിയാക്ട് ചെയ്യുന്നത്, കരയോ എന്താണെന്നൊന്നും അറിയത്തില്ല. സോ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 വീക്ക് മുന്നേ തന്നെ നമ്മൾ അൽറ്റാസിലൊക്കെ പോയി ഷൂ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലാണ് വെച്ചേക്കുന്നത്. നിതിൻ ചേട്ടന് ഇതേപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ചേച്ചിയുടെ ഐഡിയ പ്രകാരമാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചത്. പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ വാങ്ങണം എന്ന്. അപ്പോൾ ഫ്ലവേഴ്സും ഞങ്ങൾ പോയി കസ്റ്റമൈസ് ചെയ്ത് സെറ്റാക്കി. പിന്നെ കേക്കാണല്ലോ ഇമ്പോർട്ടൻ്റ്, അപ്പോൾ കേക്കും വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും യൂഷ്വലി വെനസ്ഡേയ്സിൽ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന വ്യാജേന വേണം പോകാനായിട്ട്. അപ്പോൾ കറക്റ്റ് വെനസ്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ലഞ്ചേട്ടൻ എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പോയിട്ട് ഈ ഗിഫ്റ്റും എല്ലാ സാധനങ്ങളും റെസ്റ്റോറൻറ്റിലവിടെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കാക്കനാടുള്ള താൽ കിച്ചണിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ ആകുമ്പോൾ കുറച്ച് ആംബിയൻസും കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. നിതിൻ ചേട്ടനെല്ലാം കേക്കൊക്കെ കട്ട് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് റെഡി ആയിട്ടാണ് വന്നേക്കുന്നത്. നിഞ്ചേട്ടാ 2 വാക്ക്. അതിനല്ലേ നീ ഇത്ര ഒരുക്കി വന്നേ. നിഞ്ചേട്ടാ 2 വാക്ക് കേക്കിനെ പറ്റി. താങ്ക്സ് മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. കുടി പൈസ ഒന്നും നോക്കിയില്ല. അയ്യോ കരയാൻ പോണോ? അയ്യോ കേക്ക് പ്രതീക്ഷിക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു സർപ്രൈസ് വേണ്ടേ? ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്തുകൂടെ മറ്റേ മുക്കാലി ഷൂ എന്താ പറയാനുള്ള? ഇല്ലെന്ന് പറയില്ല, നോക്കൊക്കെ മാറിട്ടോ. കരയൊന്നുമില്ല. എന്താ പറ? ഈ സത്യം ഞാൻ എന്തുകൂടെ ഞാൻ ലെഞ്ചറൊക്കെ വേണ്ടി നിനക്ക് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇതാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഷൂ പറയാനായിട്ട് മേടിക്കണ ആവശ്യമില്ലേ? അങ്ങനെ കിട്ടിയില്ലേ? ഇനി പറ റിയാക്ഷൻ. എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കുമ്പോ എനിക്ക് എന്നാലും ഇത് ആളുടെ ഐഡിയ ആയിരിക്കും. ആളുടെ ഐഡിയ ആരുടെയാ? അല്ല ദാസേട്ട് അല്ല ഭാഗ്യ കവി ജിജി അല്ലേ?
പിന്നെ ആരാ? ആരാ? നമ്മുടേതാണോ? ഏ? നമ്മുടേതാണോ? നമ്മുടെ അല്ല, എന്നാലും നമ്മുടെ ആള്. എന്നാ ചേച്ചി. അതെ. അച്ചടാ. ചേച്ചി ചെറുക്കൻ്റെ മുഖമൊക്കെ പോയില്ല. സർപ്രൈസ് ആയിട്ട് പണ്ടാരടങ്ങി. ശരി വാ. ഇനി രണ്ടു തുള്ളി കണ്ണീരാവാം. ഇല്ലേ? അയ്യോ അത് അയ്യോ. ചേച്ചി പറഞ്ഞ ഞങ്ങളുടെ കൊച്ചിന്റെ ഒരു ഷൂ, ഫ്ലവർ, കേക്ക്. കൊച്ചിനെ ഫുള്ള് സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു കൊടു. ചേച്ചി കേക്ക് മുറിച്ചിട്ട് കണ്ടിട്ട് പോവാ. എന്നാ മുറിക്കണം. Happy birthday to you. Happy birthday dear Nidin. Happy birthday to you. ചേച്ചിയുടെ കൊടുത്തണ്ട. രണ്ട് വാക്ക്. രണ്ടല്ല, ഞാൻ 3 വാക്ക്. എന്താണ് പറയണ, നിങ്ങളെ കൂടെ കൂടിയതിനു ശേഷം ബർത്ത്ഡേ എല്ലാം ഓർമ്മിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിമനോഹരമായി പ്രാവശ്യത്തെ ബർത്ത്ഡേ.